നമസ്കാരം. ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. ജ്യോതിശാസ്ത്രത്തിൽ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും രാശികളെയും തിഥി, കരണം, നാമയോഗം, ആഴ്ച തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ തന്നെയും ഈശ്വരൻ പല അടിസ്ഥാനത്തിലൂടെയാണ് ഓരോന്നിനെ ക്രമപ്പെടുത്തി വച്ചിരിക്കുന്നത്. ജ്യോതിശാസ്ത്രം ആധികാരികമായി പഠിക്കുമ്പോൾ ജ്യോതിശാസ്ത്രത്തിൻ്റെ ആഴ്ചകളിൽ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി ഇങ്ങനെയുള്ള ഈ ആഴ്ചകളെ തന്നെയും നമ്മുടെ ഈ ശരീരം, ആത്മാവ്, കർമ്മ ഇതുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ഓരോ കാര്യങ്ങൾ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ ഞായറാഴ്ച നമ്മൾ എടുക്കുന്നു. ആദ്യമത്തെ വാരം എന്താണ്? ഞായർ. അപ്പൊ എന്തുകൊണ്ടാണ് ആദ്യം ഞായറാഴ്ച വരാൻ കാരണം? ഞായർ അതാരെ പ്രകീർത്തിക്കുന്നതാണ്? സൂര്യനെ പ്രകീർത്തിക്കുന്നതാണ്. അപ്പം യഥാർത്ഥത്തിൽ ഒരു ശരീരത്തിൽ അല്ല ആത്മാവുള്ളത്, ആത്മാവാണ് ശരീരം എടുക്കുന്നത്. അപ്പം ശരീരത്തിലുള്ള ആത്മാവാണോ അതോ പുറത്തുള്ള ആത്മാവാണോ? ആത്മാവാണോ ശരീരം എടുക്കുന്നത്? ശരീരമാണോ ആത്മാവിനെ എടുക്കുന്നത്? ആത്മാവാണ് ശരീരം എടുക്കുന്നത്. അപ്പോൾ സൂര്യൻ ആരാണ്? ആത്മാവിൻ്റെ കാരനാണ്. പ്രാണപിതൃകാരകോ സൂര്യ. പ്രാണൻ, ജീവൻ, ആത്മാവ്, ഉയിര് ഇതെല്ലാം ആരാണ്? സൂര്യനാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ആത്മാവിനാണ് പ്രാധാന്യം. അത് ആത്മകാരകൻ സൂര്യൻ. അപ്പോൾ ആത്മാവ് ആദ്യമേ സൂചിപ്പിച്ചു. അതിനെന്ത് ജ്യോതിശാസ്ത്രം പറഞ്ഞു? ആദ്യം ആത്മാവാണ്. അതുകൊണ്ട് അവിടെ സൂര്യനെ പ്രകീർത്തിച്ചു, സൂര്യന്റെ വാരത്തിന് പ്രാധാന്യം കൊടുത്തു. അപ്പൊ ഈ ആത്മാവ് എന്ത് ചെയ്യുന്നു? ഒരു മനസ്സെടുക്കണം, ഒരു ശരീരം എടുക്കണം, അല്ലെ? അപ്പം ശരീരത്തിന്റെയും മനസ്സിന്റെയും കാരകൻ ആരാണ്? ചന്ദ്രനാണ്. അപ്പം സൂര്യൻ എന്ന് പറയുന്ന ആത്മാവ്, അതിന് തൊട്ടടുത്ത് എന്ത് വന്നു? ശരീരവും മനസ്സും ഉണ്ടായി. ആത്മാവും ശരീരത്തെയും മനസ്സിനെയും എടുക്കപ്പെട്ടു. ഈ ആത്മാവും ശരീരവും തമ്മിൽ ബന്ധപ്പെട്ട് ശരീരത്തിലേക്ക് അടുത്ത ഘടകം എന്താണ്? രക്തമാണ്. രക്തം ഓടണം. രക്തമോടി എല്ലാ സ്ഥാനങ്ങളിലേക്കും ക്രമപ്പെടുത്തി എത്തിച്ചു കൊടുക്കണം. അതിന് തൊട്ടടുത്ത് എന്ത് വന്നു? ചൊവ്വ. കുജനാണ് ബ്ലഡിന്റെ കാരകൻ. അപ്പൊ ഈ കർമ്മകാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം എന്താ? ചിന്ത, ബുദ്ധി ഇതൊക്കെ ഉണ്ടാകണം. തിരിച്ചറിവ്, വിവേകം ഇതൊക്കെ ആർക്ക് കൊടുക്കുന്നു? ബുധന് കൊടുക്കുന്നു. ഇതിന് തൊട്ടടുത്ത് എന്ത് വന്നു? ബുധനെ ചിന്തിച്ചു. അപ്പൊ ചിന്തകളിലേക്ക് വന്നിട്ട് അടുത്ത കർമ്മങ്ങളിലേക്ക് എന്താണ്? അന്വേഷണം, അറിവ്, ഗുരുത്വം, ഗുരു, ഈശ്വരൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ അറിയണം, അല്ലെ? അപ്പൊ എന്തിന് പ്രാധാന്യം വന്നു? ഗുരുവിന് പ്രാധാന്യം, വ്യാഴത്തിന് പ്രാധാന്യം വന്നു. അപ്പൊ നമ്മൾ ആ പഠനം ജ്ഞാനകർമ്മങ്ങളിലേക്ക് വന്നു. ശേഷം എന്താണ്? കാമകർമ്മങ്ങളിലേക്ക് വരണം. വിവാഹം, ജീവിതം, ഭൗതിക സുഖഭോഗങ്ങള് ഇങ്ങനെയുള്ള കർമ്മകാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ട കർമ്മങ്ങള് ആത്മാവിന് വരണം. അപ്പൊ എന്ത് വന്നു? ശുക്രനാരാണ്? കാമത്തിന്റെ കാരകൻ, സുഖത്തിന്റെ കാരകൻ, ഭോഗത്തിന്റെ കാരകൻ. ഇതെല്ലാം അനുഭവിച്ചതിന് ശേഷം ഈ ആത്മാവ് എന്ത് ചെയ്യും? ഒടുക്കത്തിലേക്ക്. ഒടുക്കമാരാണ്? മരണകാരകൻ. മരണകാരകനാരാണ്? ശനി ഭഗവാൻ. അപ്പൊ വീണ്ടും ശനിയുടെ കർമ്മങ്ങളിലേക്ക്. അപ്പൊ ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി മരണത്തിലേക്ക് പോയി. ശേഷം വീണ്ടും എന്ത് പറ്റുന്നു? മരണത്തിലേക്ക് പോയതിനു ശേഷം വീണ്ടും ആത്മാവ് പുനർജനിക്കാൻ ഇടയാകുന്നു. അതാണ് വീണ്ടും ആദിത്യനിലേക്ക് വരുന്നു, സൂര്യനിലേക്ക് വരുന്നു. ഈ സൂര്യൻ തന്നെ വീണ്ടും മനസ്സിനെ ശരീരത്തിൽ. ഇത് തന്നെ ഇങ്ങനെ ക്രമത്തിൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് ഈശ്വരൻ ആഴ്ചകളെ സെറ്റ് ചെയ്തിരിക്കുന്നതിന്റെ പിന്നിൽ ആഴ്ചയ്ക്ക് വന്നിരിക്കുന്ന പ്രാധാന്യങ്ങൾ. അതിന്റെ ഒരു നിയമങ്ങളാണ് ഈ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ജ്യോതിഷ വിദ്യാർത്ഥികളായിരിക്കുന്ന ആൾക്കാർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.